നല്ല നമസ്കാരം. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത മാസ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സുബൈദാർ. ആക്ഷനും സ്വാഗും ചേർന്ന ഒരു പ്രതികാരത്തിൻ്റെ കഥ. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് 25 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം വിരമിച്ച് നാട്ടിലെത്തുന്ന സുബൈദാർ അർജുൻ മൗര്യയുടെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിയോഗത്തിൽ തളർന്നുപോയ അദ്ദേഹം മകളോടൊപ്പം സമാധാനപരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നു. എന്നാൽ മകൾക്ക് അച്ഛനോട് വലിയ പിണക്കമാണ്. തൻ്റെ ഭാര്യയുടെ മരണത്തിന് മുമ്പ് സുബൈദാറിന് സമ്മാനമായി നൽകിയ ഒരു ചുവന്ന ജിപ്സി കാറിനോട് അദ്ദേഹത്തിന് വലിയ വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട്. ചില സാഹചര്യങ്ങൾ മൂലം നഗരത്തിലെ മണൽ മാഫിയ തലവനായിട്ടുള്ള ബബ്ലി ദീദിയുടെ ക്രൂരമായ സഹോദരൻ പ്രിൻസിൻ്റെ ഡ്രൈവറായി സുബൈദാറിന് ജോലി ചെയ്യേണ്ടി വരികയാണ്. വില്ലന്മാർ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെയും പ്രിയപ്പെട്ട ജിപ്സിയെയും മുറിവേൽപ്പിക്കുമ്പോൾ ശാന്തനായ സുബൈദാർ തൻ്റെ സൈനിക വീര്യത്തോടുകൂടി തിരിച്ചടിക്കുന്നതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജോൺ വിക്കിൻ്റെ സിനിമയുമായിട്ട് ഇതിന് വളരെയധികം സാമ്യമുണ്ട്. അതോടൊപ്പം തന്നെ തലൈവൻ്റെ ജയിലർ പോലുള്ള സിനിമ, പിന്നെ അതുപോലുള്ള സിനിമ, അതിൽ സുബൈദാർ ഇവിടെ ജിപ്സി ആണെങ്കിൽ മറ്റിടത്ത് പല ഇതുമാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. നമുക്കൊക്കെ ഈ ഉത്തരേന്ത്യൻ സിനിമ മണൽ മാഫിയകളുടെ അങ്ങനെയുള്ള നിയമലംഘനങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ പിന്നെ ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നു എന്നത് അതിനപ്പുറം ഇതൊരു വലിയ ഗംഭീരമായൊരു സിനിമയായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ അനിൽ കപൂർ ഇത്രയും വയസ്സായിട്ടും അദ്ദേഹം നന്നായിട്ട് തന്നെ ആ ഒരു ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ഒരു നല്ലൊരു കഥാപാത്രത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തു. ചിരിക്കാതെ വളരെ ഗൗരവക്കാരനായിട്ട് ഒരു സൈനികനായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വാഗും സ്ക്രീൻ പ്രസൻസും ഒക്കെ നമ്മുടെ യൂത്തന്മാരെ പോലെ തന്നെ നല്ല ഗംഭീരമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദിത്യ റാവൽ വില്ലൻ വേഷത്തിൽ അരങ്ങേറ്റം അദ്ദേഹം വെറുപ്പിക്കൽസിൻ്റെ അങ്ങറ്റത്താണ്. അദ്ദേഹം നന്നായിട്ട് തന്നെ നമ്മളെ ഒരു സൈക്കോ വില്ലൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധിക മദൻ, മോണോ സിംഗ് മകളുടെ വേഷത്തിലെത്തിയ രാധികയും, ജയിലിലുള്ളിരുന്ന് ഭരണം നടത്തുന്ന മാഫിയ തലവയായി മോണോ സിംഗും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് തന്നെ പറയാം. പിന്നെ തുംഹരി സൂലു, ജൽസ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സുരേഷ് ത്രിവേണി ഒരു മാസ് ആക്ഷൻ സിനിമ പരീക്ഷിച്ചിരിക്കുകയാണ്. കഥാപാത്രങ്ങളുടെ ബിൽഡപ്പിലും പിന്നെ തുടക്കത്തിലെ രംഗങ്ങളിലും അദ്ദേഹം ഒരു മികവ് പുലർത്തി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നല്ല അഭ്യാസങ്ങൾ അല്ലെങ്കിൽ സ്റ്റണ്ടിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ആക്ഷൻ രംഗങ്ങളിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാഹനത്തോടും മകളോടും നായകനുള്ള ബന്ധം കഥയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. പക്ഷേ ഒരു മണൽ ഖനനത്തിനും അതുമായി ബന്ധപ്പെട്ട അഴിമതിയും സിനിമ ചർച്ച ചെയ്യുമ്പോഴും ഈ സിനിമയുടെ ആദ്യത്തെ ഒരു കുറേ സമയമുണ്ടല്ലോ, ഒരു 10-30 മിനിറ്റ് ബിൽഡപ്പ് രംഗങ്ങൾ, അത് കുറച്ച് നല്ല ഗംഭീരമായിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ സുബേദാറും നമ്മുടെ ദീദിയും തമ്മിലുള്ള ആ ഒരു വീഡിയോ കോൾ രംഗം, രാധിക മദൻ്റെ ആക്ഷൻ രംഗങ്ങൾ, പീഡന ശ്രമങ്ങൾ, അവർ നേരിടുന്ന രീതി, പിന്നെ ക്ലൈമാക്സിലെ സർപ്രൈസ് കാമിയോ സിനിമയ്ക്കൊരു ഒരു പുതിയ മാനം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സാങ്കേതിക വശങ്ങൾ നോക്കുമ്പോൾ സിനിമയുടെ പശ്ചാത്തല സംഗീതം മാസ് രംഗങ്ങൾക്ക് ഒരു വലിയ കരുത്ത് പകരുന്നുണ്ട്. ക്യാമറ വർക്കും ഗ്രാമീണ ഭംഗിയും മണൽ മാഫിയയുടെ ക്രൂരതയും ഒക്കെ ഒരേപോലെ നന്നായിട്ട് തന്നെ ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ കോറിയോഗ്രാഫി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അനിൽ കപൂറിന് അതിൻ്റെ ആ ഒരു പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പിന്നെ ഡാൻസും ചെയ്യുന്നുണ്ട്, ആക്ഷനും ഗംഭീരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വിമർശനങ്ങളെന്ന് പറയുമ്പോൾ കഥയിലെ പുതുമയില്ലായ്മ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. സിനിമ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം അത് തന്നെയാണ്. ഒരുപക്ഷെ 90s 80s നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതികാര കഥ പോലെ തന്നെയാണ് ഇതും വരുന്നത്. ഒരു വിരമിച്ച ഒരു പട്ടാളക്കാരൻ അയാൾക്ക് പ്രിയപ്പെട്ട ഒരു വസ്തുവോ അല്ലെങ്കിൽ വ്യക്തിയോ അത് ഗുണ്ടകൾ നശിപ്പിക്കുന്നു, നായകൻ തിരിച്ചു വരുന്നു. ഇതേ ഫോർമുല. പുതുമയൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. പുതുമയൊന്നും ചേർക്കാൻ സംവിധായകന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പിന്നെ പല സിനിമകളിലും ജയിലർ പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തേവർ പോലുള്ള സിനിമകൾ, അങ്ങനെയുള്ള പഴയ ഹോളിവുഡ് പടങ്ങളുടെയൊക്കെ പകർപ്പായിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ അങ്ങോട്ട് പോകുന്നത്. പിന്നെ തിരക്കഥയിലെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഇഴച്ചലോട് ഇഴച്ചലെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ആ ഒരു ദൈർഘ്യം ഒരു 2 മണിക്കൂർ 20 മിനിറ്റോളം ഈ സിനിമയുണ്ട്.
സിനിമയുടെ ആസ്വാദനത്തെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് ഇതിൻ്റെ ആ ദൈർഘ്യം. ആദ്യ പകുതിയിൽ നൽകിയിട്ടുള്ള ആ ഒരു ആവേശം നിലനിർത്താൻ രണ്ടാം പകുതിയിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നായകൻ്റെ ഭാര്യയെ ഓർക്കുന്ന ദൈർഘ്യമേറിയ സീനുകൾ സിനിമയുടെ ആ ഒരു പേസിങ് കുറയ്ക്കുന്നുണ്ട്. സിനിമയിൽ ഉടനീളം ഈ സിനിമയുടെ ദൈർഘ്യം കൂട്ടാൻ വേണ്ടി മാത്രമായിട്ട് തിരികെ കയറ്റിയ ചില സീനുകൾ നമുക്ക് ആ ഒരു കഥയുടെ ആ ഒരു ഒഴുക്കിനെ നന്നായിട്ട് തന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവ കുറച്ചുകൂടെ പിന്നെ ഒഴിവാക്കിയെങ്കിൽ ഇച്ചിരി ടൈറ്റായി ഒരു ഗംഭീരമാകുമായിരുന്നു ഈ സിനിമ. പിന്നെ ക്ലൈമാക്സിലെ പാളിച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. സിനിമയുടെ തുടക്കത്തിൽ നൽകിയ ആ ഒരു വലിയ ആ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ക്ലൈമാക്സിൽ അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സർപ്രൈസ് ക്യാമിയോ തന്നെ അത് എന്തിനു വേണ്ടിയാണ്? ഒരു അതിഥിയെ പിന്നെ കൊണ്ടുവരുന്നത് തന്നെ അത് വളരെ ഫോഴ്സ്ഡായിട്ട് അല്ലെങ്കിൽ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ്. സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. പക്ഷേ ഒരു ട്വിസ്റ്റിന് വേണ്ടി മാത്രമായിട്ടാണ് ഒരു ക്യാമിയോ വരുന്നത് എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. പിന്നെ ആ ഒരു വില്ലന്മാരുടെ പതനം നോക്കുമ്പോൾ തുടക്കത്തിൽ വളരെ ക്രൂരരും ശക്തരുമായി കാണിച്ച വില്ലനെ അവസാനം വളരെ ഒരു നിസ്സാരമായി തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ബബ്ലി ദീദി എന്ന് പറയുന്ന കരുത്തുറ്റ വില്ലൻ കഥാപാത്രത്തിന് അർഹമായ ഒരു അന്ത്യം നൽകാൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ വില്ലൻ കഥാപാത്രങ്ങളുടെ ഒരു ആഴമില്ല, വീക്കാണ് അവരെല്ലാവരും. ആദിത്യ റാവു വില്ലനായി മികച്ച അഭിനയം കാഴ്ചവെച്ചു, പക്ഷേ അതിൽ യാതൊരു സംശയമില്ല ആ കഥാപാത്രത്തിൻ്റെ എഴുത്തിൽ വലിയ പിഴവുകളുണ്ട്. പിന്നെ ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം, വില്ലൻ എന്തിനാണ് ഇത്രയും ക്രൂരനാകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാരണങ്ങളില്ല എന്നുള്ളതാണ് സത്യം. ചില സീനുകളിൽ വില്ലൻ്റെ പെരുമാറ്റം പിന്നെ എന്താ പറയുക, മൂത്ര കൊഴിക്കുന്നില്ലേ, ആ ഒരു സാധനം വെറുപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. കഥയുമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ പിന്നെ വില്ലൻ്റെ പിന്നെ ക്രൂരതകൾ എന്ന് പറഞ്ഞുള്ള രീതിയിൽ, പിന്നെ ആക്ഷൻ രംഗങ്ങളിലെ സാങ്കേതികമായിട്ടുള്ള ഒരു പിഴവ്, പിന്നെ നമ്മുടെ അനിൽ കപൂറിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്തപ്പോൾ മോശമായി പോയി. പിന്നെ ആ ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ ബിൽഡപ്പ് നൽകുകയും ആക്ഷൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അത് കട്ട് ചെയ്ത് വില്ലന്മാർ നിലത്ത് വീഴുന്ന രീതിയിലുള്ള ഒരു ഇതാണ് മാത്രമാണ് കാണിക്കാൻ പിന്നെ ഇത് കാണിച്ചിട്ടുള്ളത്. അത് വളരെയധികം നിരാശപ്പെടുത്തുന്ന. പിന്നെ എന്ന് പറയുമ്പോൾ ഈ സിനിമയ്ക്ക് എന്തൊരു ബഡ്ജറ്റ് കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആക്ഷൻ സീനുകളൊക്കെ ഇങ്ങനെ ആയിപ്പോയതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വിഷയങ്ങളുടെ എന്താ പറയുക, സിനിമയുടെ തുടക്കത്തിൽ മണൽ മാഫിയ, പിന്നെ നദിയിൽ നിന്നും ലഭിക്കുന്ന കുട്ടികളുടെ അസ്ഥികൂടങ്ങൾ തുടങ്ങിയ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പിന്നെ പൊളിറ്റിക്കൽ സബ്ജക്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് സിനിമ വ്യക്തിപരമായ പ്രതികാരങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവുകയാണ്. ആ ഗൗരവമായ വിഷയങ്ങളിലേക്ക് പിന്നീട് സിനിമ കൃത്യമായിട്ടും വിശദീകരണമോ അതല്ലെങ്കിൽ അതിനൊരു പരിഹാരമോ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതോടൊപ്പം തന്നെ പശ്ചാത്തല സംഗീതം എന്ന് പറയുമ്പോൾ അനിൽ കപൂർ നൽകുന്ന ഒരു മാസ് എലിവേഷൻസിന് അനുസരിച്ചിട്ട് ഒരു സീനിനും അനുയോജ്യമായിട്ടുള്ള ഒരു പിന്നെ പശ്ചാത്തല സംഗീതം അല്ലെങ്കിൽ BGM നൽകാൻ വേണ്ടി സിനിമയ്ക്ക് സാധിക്കുന്നില്ല. സംഗീതം കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കണമായിരുന്നു. കാരണം ആ ഒരു കാറിൻ്റെ ഫസ്റ്റ് സീനിൽ തന്നെ, ഞാൻ ഫസ്റ്റ് പറയാം, ആ സീനിൽ തന്നെ ആ പയ്യനെടുത്ത് ഇടിക്കുമ്പോൾ നല്ലൊരു BGM കൂടി കൊടുക്കായിരുന്നു. മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ അനിൽ കപൂറിൻ്റെ ഒരു സ്വാഗ് കാണാനും അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു ആക്ഷനും ഒക്കെ കാണാൻ വേണ്ടി നമുക്ക് കാണാം. അല്ലാതെ അതിനപ്പുറം ഇത് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ശരാശരി സിനിമ എന്നുള്ള രീതിയിൽ അപ്പുറം ഒരു ഗംഭീര സിനിമയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 5-ൽ 2.5 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാത്രമാണ് എനിക്കിത് ഫീൽ ചെയ്തത്. എന്തായിരുന്നാലും ഒന്ന് കണ്ടു നോക്കൂ, കുഴപ്പമില്ല. കുറേ സമയം കണ്ടുകൊണ്ടിരിക്കാം, അത് കഴിയുമ്പോൾ പിന്നെ ബോറടി തുടങ്ങുകയാണ്. എന്തായിരുന്നാലും ആമസോൺ പ്രൈമിലുണ്ട്, കാണുക. താങ്ക് യു.